ഈ അടുത്ത ദിവസങ്ങളിൽ പലപ്പോഴും നമ്മുടെ പല പ്രിയപ്പെട്ട കൂട്ടുകാരും വിദ്യാലയങ്ങളിലെ അവരുടെ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ നൽകാൻ വേണ്ടി വിളിക്കാറുണ്ട്. പലപ്പോഴും വളരെ പ്രയാസം നേരിടുന്നൊരു സമയമാണത്. വിദ്യാർത്ഥികളുടെ മോട്ടിവേഷൻ നടക്കേണ്ടത് ഒരു വൺ ടൈം പ്രോസസ്സ് അല്ല. പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഫാക്ടറായ ഒരു ഖാരിജിയായ പുറത്തു നിൽക്കുന്ന വ്യക്തിയായ ഒരാളല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ നടത്തേണ്ടത്. മോട്ടിവേഷൻ നടത്തേണ്ടത് അവരുടെ പെർമനന്റ് മോഡിൽ അവരുടെ കൂടെയുള്ള അധ്യാപകരാണ് മോട്ടിവേഷൻ നടത്തേണ്ടത്. അവരെക്കാൾ ലൈഫിൽ ഒരാൾക്കും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ മോട്ടിവേഷൻ ഉള്ളപ്പോൾ ഒരു ഭംഗിക്ക് മറ്റൊരാളെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു കഴിവുറ്റ നേതാവിനെയോ കഴിവുറ്റ വ്യക്തിത്വങ്ങളെയോ അവരെ പരിചയപ്പെടുന്നത് ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം. പക്ഷെ മോട്ടിവേഷന്റെ മേജർ ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും മോട്ടിവേഷൻ എന്ന് നമ്മളെ വിളിക്കുന്നത് എപ്പോഴാണെന്നറിയോ? പഠനത്തിൽ വിരക്തി, സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള മനസ്സ്, ഇങ്ങനെ കുറേ പ്രതിസന്ധികൾ നേരിടുമ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുക, അല്ലെങ്കിൽ ഫോൺ ഉപയോഗം കൊണ്ട് പഠനം നിഷ്ഫലമാവുക, കുറേ പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് അധ്യാപകർ പലപ്പോഴും മോട്ടിവേഷന് വേണ്ടി വിളിക്കുന്നത്. അതൊരു വൺ ടൈം പ്രോസസ്സായി ഒരു സമയ പ്രക്രിയയായി നടക്കേണ്ടതല്ല. മറിച്ച് അത് അവരുടെ പെർമനന്റ് മോഡിൽ സ്ഥിര സംവിധാനത്തിൽ വരേണ്ടതാണ്. അധ്യാപകർ ചെയ്യേണ്ടത് ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മളെ ആസ്വദിക്കും വിധം നമ്മൾ അവരുടെ മുമ്പിൽ പ്രസൻസ് ഉണ്ടാകണം, നമ്മുടെ ഹുളൂർ ഉണ്ടാകണം. അതായത് ഒരു അധ്യാപകന്റെ സാന്നിധ്യം ഒരു വിദ്യാർത്ഥിക്ക് ആസ്വാദ്യകരമായി അനുഭവപ്പെടണം. മറ്റൊന്ന്, വിദ്യാർത്ഥിക്ക് നിരന്തരം വിജയാനുഭവങ്ങൾ നൽകാൻ നമുക്ക് പറ്റണം. ആ ഓരോ വിദ്യാർത്ഥിയുടെയും നൈപുണികൾക്കനുസരിച്ച് നിരന്തരം വിജയാനുഭവങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഒന്ന്, വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുകയോ ശിക്ഷിച്ച് പരാജയപ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം കൂടെ നിന്ന് സപ്പോർട്ട് നൽകി വളരാൻ അവസരം നൽകുകയാണ് ചെയ്യേണ്ടത്. വല്ല കുറ്റകൃത്യങ്ങളിലോ അപാകതകളിലോ പെട്ടതിൻ്റെ പേരിൽ നിരന്തരം ശിക്ഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിന് പകരം അവന് സപ്പോർട്ട് നൽകുക. എവിടെയോ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയും ഉദ്ദേശ്യപൂർവം കുറ്റങ്ങളുടെ സന്തത സഹചാരി ആവുന്നില്ല. അബദ്ധവശാൽ പലപ്പോഴും വഴുതി വീണു പോവുകയാണ്. ആ സമയത്ത് കൈപിടിക്കുന്ന ഒരു സപ്പോർട്ടീവ് പേഴ്സണാണ് ഒരു ഉസ്താദായി കുട്ടിക്ക് ആവശ്യം. അവനെ വീണ്ടും നിലത്തിട്ട് ചവിട്ടുന്ന ഒരു ക്രൂരനായ ഒരു നിരീക്ഷകനെയല്ല ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യം. വിദ്യാർത്ഥിയെ കൂടെ നിന്ന് വളർത്തുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ല ഗോൾ നിശ്ചയിച്ചു കൊടുക്കുകയും അവരുടെ നൈപുണികൾ മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന, നിരന്തരം അവൻ്റെ സന്തോഷങ്ങളും സന്താപങ്ങളും പങ്കുവെക്കാനുള്ള ഒരു സ്റ്റേഷനായി അനുഭവപ്പെടുന്ന ഗുരുനാഥന്മാരുണ്ടാകണം. അതാണ് അവർക്ക് മോട്ടിവേഷൻ നൽകുന്നതിൻ്റെ പ്രധാന രീതികൾ. പിന്നെ ഒന്ന്, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യക്ഷ നേട്ടങ്ങൾ, വിസിബിളായ ബെനിഫിറ്റ്സ്, അത് ക്രൈറ്റീരിയകൾ വെച്ച് റിവാർഡ് സിസ്റ്റങ്ങളിലൂടെ നിരന്തരം അവരെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. എക്സ്ട്രിൻസിക് മോട്ടിവേഷനിലൂടെ, അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രചോദനങ്ങളിലൂടെ ഇൻസ്ട്രിൻസിക് മോട്ടിവേഷനിലേക്ക്, അഥവാ ആന്തരിക പ്രചോദനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു മോട്ടിവേഷൻ, സൈക്കോളജി ഓഫ് മോട്ടിവേഷൻ, അവൻ്റെ പ്രചോദനത്തിൻ്റെ മനഃശാസ്ത്രം, അതിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുന്ന ഒരു അധ്യാപകന്റെ സ്ഥിര സംവിധാനമാണ് മോട്ടിവേഷൻ എന്നത്. അതിൽ ഒരു മേമ്പൊടി എന്നോണം വല്ലപ്പോഴും ഏതെങ്കിലും കഴിവുള്ള പണ്ഡിതന്മാരെയോ നേതാക്കളെയോ സ്വാലിഹീങ്ങളെയോ സച്ചരിതരായ നല്ല വ്യക്തികളെയോ ഒക്കെ പങ്കെടുപ്പിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ നല്ലതാണ്. മോട്ടിവേഷൻ സ്ഥിര സംവിധാനത്തിലാകട്ടെ, അധ്യാപകർക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി സോണിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ആവശ്യാനുസരണം ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായ കൂട്ടുകാർക്ക് ഉപയോഗപ്പെടുത്താവുന്നതുമാണ്.